ഹായ്, വെൽക്കം ബാക്ക് ടു പാലക്കാടൻ തേജസ് ഫാമിലി. നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. ഈവനിങ് വ്ളോഗല്ല, ഈവനിങ് വ്ളോഗ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈകുന്നേരങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ചായയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു, സ്നാക്സും കൊടുത്ത് അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തനു ചായ വേണം, സ്നാക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. തേജിനുള്ള ഒരു വാട്ടർ ബോട്ടിലും അതുപോലെ ഒരു പെൻസിൽ പൗച്ചും ആയിരുന്നു. അവന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാലേ, അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് മേടിച്ചു തരാൻ പറഞ്ഞാണ്. നറൂട്ടോ, കാർട്ടൂണിലൊരു കഥാപാത്രമാണ് നറൂട്ടോ. അപ്പം അതിൻ്റെ പിക്ചറുള്ള ഒരു വാട്ടർ ബോട്ടിലും ഒരു പൗച്ചുമാണത്. അപ്പം അത് കിട്ടിയ സന്തോഷത്തിലാണ് അവൻ. ആർക്കും തുറക്കാൻ കൂടി അവൻ സമ്മതിക്കാണ്ട് അവൻ തന്നെ ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ തനിക്കുട്ടി അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. അവൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നും കണ്ടില്ല. പക്ഷേ തേജു എന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇപ്പോൾ അവർ ചെയ്യുന്നത്, ആ ബോട്ട് അത് കിട്ടിയ ആ പൊട്ടാതെ വെക്കുന്നൊരു സാധനമില്ല, അത് ഇതിന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരും അത് പൊട്ടിക്കുന്നുണ്ട്. സച്ചുകുട്ടി തനുവിനും കൊടുക്കുന്നുണ്ട് പൊട്ടിക്കാൻ. ചേട്ടന്മാർ അത് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ബോറടിച്ചു. അപ്പോൾ അവൾ തേന് കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് തേന് വേണം പറഞ്ഞു. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തേന് കഴിച്ച് കഴിയുമ്പോഴേക്കും അത് മുഴുവൻ ഡ്രസ്സിലാക്കി. അപ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയതായിരുന്നു. എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഇടാനൊന്നും സമ്മതിക്കുന്നില്ല. അവൾ ചേട്ടന്മാരുടെ കൂടെ കളിക്കാൻ പോകണം എന്ന് പറഞ്ഞ് എന്നോട് വാശി പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ എങ്ങനെയോ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തനുക്കുട്ടിക്കും ഒരു സന്തോഷമാകും. അവളുടെ ആ സൈക്കിളിലൊക്കെ ഇരുത്തി ഒന്ന് റോഡിൽ കൂടിയൊക്കെ നടന്നാൽ നല്ല രസമല്ലേ. വൈകുന്നേരം സമയങ്ങളിൽ നടക്കാൻ നല്ല ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. തനുക്കുട്ടിയെ സൈക്കിളിലിരുത്തി തേജുവിൻ്റെ സൈക്കിളിൽ തേജുവും നടന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തേജു ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരികയാണ്. അപ്പോൾ സച്ചുവും അനുക്കുട്ടിയും ഇവനെന്താ ചെയ്യുന്നതെന്ന ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ, എൻ്റെ പിറകുവശത്ത് ഇത് ഞങ്ങളുടെ നാട്ടിലെ പാൽ സൊസൈറ്റിയാണ്. അപ്പം അതൊക്കെ കടന്ന് ഞങ്ങൾ നടന്നു. തേജു അപ്പോഴത്തേക്കും വന്ന് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അനുവാണ് തനുക്കുട്ടീനെ സൈക്കിള് ഓടിക്കുന്നത്. അനുവാണ്. അവൾ എന്നെ സമ്മതിക്കുന്നില്ല, സൈക്കിളിൽ തൊടാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഓടിച്ചിട്ട് പോവാണ്. അപ്പോഴേക്കും തേജുവിൻ്റെ സൈക്കിളും കൊണ്ട് അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ഫസ്റ്റ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് തേജു സ്പീഡിൽ ഞങ്ങളെയും കടന്നു പോവുകയാണ്. ഞാൻ പറയുന്നുണ്ട് അധികം സ്പീഡ് പോവല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്.
നടന്ന് അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിലൊക്കെ വന്നിരിക്കുകയാണ്. അനുകുട്ടി റെസ്റ്റ് ചെയ്യാണോ? ഇവിടെ വെള്ളമില്ല അല്ലേ? പക്ഷെ ഇവിടെ വെള്ളം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ അവിടെ നോക്കിയ കുറെ മീനുകൾ, വള്ളപ്പാമ്പുണ്ട് അവിടെ. വള്ളപ്പാമ്പ് നമ്മളത് നോക്കിയപ്പോ കണ്ടില്ലേ, എന്റെ കാര്യം ചോദ്യം നടക്കുമ്പോ. നമുക്കിനി വെള്ളം വരുമ്പോ നോക്കാൻ വരാം കേട്ടാ. അവിടെ നിറയെ മീന് കിട്ടും. നമ്മുടെ ഫ്രണ്ടിൽ കിട്ടില്ലേ? നമ്മുടെ ഫ്രണ്ടില് ഈ ചാല് തന്നെയല്ലേ അവിടെ വരുന്നേ? ഓ അങ്ങനെയോ? ശരി, അതൊന്നും തൊടണ്ട, അങ്ങോട്ട് പോയി കളിക്കും. അമ്മയെ നോക്കി ഹായ് കാണിക്കാനാ പറഞ്ഞേ. ആ സെറ്റ് ആവാനായില്ലേ? നല്ല ഭംഗിയുണ്ട്, നോക്ക്. അങ്ങനെ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ തിരിച്ച് നടന്നു. അങ്ങനെ ഇതാ നമ്മൾ വീടെത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മുടെ വീടൊക്കെ കാണുന്നുണ്ട്. വൈകുന്നേരം ആയി. അപ്പോഴേക്കും ഞാൻ വിളക്കൊക്കെ വെച്ചു. അങ്ങനെ ഇതാ രാത്രിയായി. രാത്രി കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു ടാസ്ക് വരും. തനുക്കുട്ടിക്ക് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ അത് നല്ല കഷ്ടമുള്ള പണിയാണ്. അവൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ്, ഒട്ടും ഇഷ്ടമല്ല ഫുഡ്. പക്ഷേ അനുക്കുട്ടിയും സച്ചുക്കുട്ടിയും ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയോ ഫുഡ് കൊടുക്കും. അവരെന്തൊക്കെയോ അവളോട് പറയും, അവൾ ഓർമ്മയില്ലാതെ വാതുറക്കും. പിന്നെ അങ്ങനെ ഞാൻ കൊടുക്കും. തേജു ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാനത് കൊടുപ്പിക്കുകയാണ്. ഫുഡ് എങ്ങനെയോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഫൈനലി കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത പണി അവളെ കുളിപ്പിക്കലാണ്. അതിനുവേണ്ടി ഞാൻ ടബിലിരുത്തി. അത് ഇഷ്ടമാണ് കേട്ടോ, അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലങ്ങനെ ഇരുന്ന് കുറേ നേരം. പല്ലേക്കണോ? പല്ലേക്ക കേട്ടോ. ആ പല്ലേക്ക. ബ്രഷ് എവിടെയാ കുഞ്ഞിൻ്റെ? ബ്രഷ് എവിടെ? ബ്രഷ് ഉണ്ടോ? ആ അമ്മ തുറന്നേരാ കേട്ടാ. തനിക്കുട്ടി എങ്ങനെയാ ബ്രഷ് ചെയ്യാൻ അമ്മയ്ക്ക് കാണിച്ചാ? അതാരാണ് ആ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ തേച്ചത്? തനുക്കുട്ടി അടി വേണോ? എന്തിനാ കണ്ണാടിയൊക്കെ അഴുക്കാക്കിയത്? പേസ്റ്റ് തേച്ചാണ്. കണ്ണാടിയിലല്ല ബ്രഷ് ചെയ്യണ്ടേ പൊന്നു, പല്ലിലല്ലേ. എന്നെ നോക്ക്, നിന്റെ കവിളിലെന്താ? എന്റെ കവിളിലെന്താ? ക്രീമോ? അമ്മയുടെ ക്രീമാ? എന്തിനാ തേച്ച്? എന്തിനാ തേച്ച്? കണ്ണാടി മുഴുവൻ അഴുക്കാക്കി. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യണം. പിടിച്ചോ. ഞാൻ അമ്മ ഇതെടുക്കട്ടെ, ഇതുകൊണ്ട് തേക്കല്ലേ? ഇത് മതി, ഇത് മതി. അതുകൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റൂ? അത് പറ്റില്ല പൊന്നോ, ബ്രഷ് എനിക്ക് പറ്റില്ല. അമ്മ തേച്ചില്ല. ആ വെരി ഗുഡ്. ഇങ്ങനെ കാണിച്ചേ. അത് കഴിഞ്ഞ് ഞാൻ തേജുവിന് ഫുഡ് കൊടുത്തു. അതിനൊപ്പം തന്നെ ഞാനും അതിന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയും പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷായിട്ട് വരാം. ഫ്രഷായി വന്ന ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീവി അതിൻ്റെ കെട്ടൊക്കെ കളയാണ് കേട്ടോ. രാത്രിയാകുമ്പം അതൊക്കെ ചെയ്ത് വൃത്തിയായി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിനിപ്പോൾ ഞാൻ ചെറിയ മസാജിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നേരം ചെയ്യണമെങ്കിലും എനിക്ക് സമയപരിധി ഉള്ളത് കൊണ്ട് എൻ്റെ സമാധാനത്തിന് ഞാൻ കുറച്ച് മസാജ് ചെയ്ത് മുടി കെട്ടി വയ്ക്കാൻ നോക്കുകയാണ്. അതിനുശേഷം ഞാൻ മുഖത്തും അതുപോലെ കയ്യിലും എല്ലാവിടെയും ഫുൾ ബോഡി മോയ്സ്ചറൈസറാണത്. അപ്പോൾ അതൊന്ന് ഞാൻ അപ്ലൈ ചെയ്യാണ് ഉറങ്ങുന്നതിന് മുമ്പ്. ഇതിൻ്റെ പേര് സ്വിസ് ഇമേജ് എന്നാണ് കേട്ടോ. അത് നല്ല ക്രീമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ടി വി കാണലാണ് അടുത്തത്. അപ്പോൾ ഞങ്ങൾ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയൊക്കെ ടി വിയിലൊക്കെ ഇട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അതും കുട്ടികൾക്കൊക്കെ കൊടുത്തു. തനിക്കുട്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തേജുവാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അവനെ കാണാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി കുറച്ച് നേരം ടി വിയൊക്കെ കാണട്ടെ. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.